ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അവരെടുത്തിരിക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമായിട്ടുണ്ടാവുക. ചിലർ യാദൃശ്ചികമായിട്ടായിരിക്കും ഇതൊക്കെ കാണുക. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനുള്ള സമയമായെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, അതൊന്ന് കാണുക. ആ നേരത്തെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. കുറച്ച് നേരം വെക്കുന്നുള്ളൂ, അത് കണ്ടിട്ട് ഓടി വരിക. അപ്പോൾ നമുക്ക് കൂടുതൽ റെസൊനേഷൻ സംഭവിക്കും. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ പറ്റി അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഇടയിൽ ഒരു കാർഡ് വന്നു കേട്ടോ. ഓക്കെ, നിങ്ങളായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് അവർ ശരിയാണ്, കുറേ തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട്. പല തീരുമാനങ്ങളും അവരെടുത്തതായിട്ട് കാണുന്നുണ്ട്. ആ തീരുമാനം എടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ആ എടുത്ത തീരുമാനം അതുപോലെ തന്നെ ഞാൻ പ്രാവർത്തികമാക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അവരിയ്ക്കുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള പൊട്ടലും ചീറ്റലും പുകയലും കരിയലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഐ തിങ്ക് സോ. അപ്പം അത്തരത്തിലുള്ള ആ ഒരു അതിൻ്റെ ഇടയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ആരൊക്കെയോ ഇട്ടിട്ടുള്ള ചീഞ്ഞമട്ടും ബോംബും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചതും. അത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ പാകത്തിനുള്ള പ്രശ്നങ്ങളായിട്ടുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ ബോംബുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം, ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നൊന്നും അറിയാതെ വിഷമിച്ചിരുന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തിക്ക്. ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞു കാണില്ല. ശരിക്കും നല്ല ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ആത്മാർത്ഥത നിങ്ങൾ പരസ്പരം ഉണ്ടെങ്കിൽ, സിൻസിയറിറ്റി നിങ്ങൾ നല്ല രീതിയിൽ കാണിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴേക്കും നിങ്ങളത് ചർച്ച ചെയ്യണം.
അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമ്പോഴേക്കും നിങ്ങളത് ഡിസ്കസ് ചെയ്യണം. നിങ്ങളത് ഡിസ്കസ് ചെയ്തിട്ട് അതിലൊരു ചേഞ്ച് വരുത്തുക. അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ, എന്താണ് ആ ഒരു കാര്യം, ഞാൻ ഇങ്ങനെ കേട്ടല്ലോ എന്ന് നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നൊരു തീരുമാനത്തിൽ നിങ്ങളെത്തും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആരോടൊന്നും പറയാതെ ഈ വ്യക്തി സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അകന്ന് നിൽക്കുക, കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആക്കുക, ബ്ലോക്ക് ആക്കുക. ഈ സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു നിങ്ങൾ ഇത്രയും നാളും. പക്ഷെ കുറേ കാര്യങ്ങളുടെ നിജസ്ഥിതി, എന്താണ് സത്യം, എന്താണ് നുണ, എന്തൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ ചെയ്തു പോയ കാര്യങ്ങളെ ആലോചിച്ചിട്ട് അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട്. ആരോ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എൻ്റെ ആ പേഴ്സണെ ഒരു വാക്ക് പോലും പറയാതെ, ഒരു യാത്ര പോലും പറയാതെ ആ പേഴ്സണിൽ നിന്ന് ഞാൻ അകന്നു പോയി. അല്ലെങ്കിൽ ആ പേഴ്സണെ അത്രയ്ക്കും ആ പേഴ്സണ് നിങ്ങളില്ലെങ്കിൽ അവർ ഭയങ്കര ഫീലിങ്സ് അനുഭവിക്കുന്ന വ്യക്തികളാണെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോയി. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ്. അവർ പറയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരുടെ ആ ഫീലിങ്സ് ശരിക്കും എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ്, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു തീരുമാനം വരുന്നതും അത് ഞാൻ എടുക്കുന്നതും. അങ്ങനെയാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഓക്കെ, സത്യത്തിൽ ഇടയിൽ ഒരു വ്യക്തി കളിച്ചു. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആരാണ് ഇത്രയ്ക്കും അധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിടന്ന് കളിക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നത്? ആരാണ് നിങ്ങളെ ഇത്രയ്ക്കും അധികം വെറുക്കുന്ന ആ വ്യക്തി? ഓക്കെ, കണ്ടോ, എനിക്ക് ഈ കാർഡിൽ ഒരു ഡാർക്ക് സൈഡ് കാണുന്നുണ്ട്. ഒരു ഡാർക്ക് കാറ്റ് ഇരിക്കുന്നുണ്ടോ? ഒരു വൈറ്റ് കാറ്റിനൊക്കെ അവിടെ വെച്ചാൽ പോരെ, ഒരു ഡാർക്ക് കാറ്റിനെ വെക്കുന്നത് എന്താ? അവിടെ ഒരു ബാഡ് എഫക്റ്റ് ഉണ്ട്. അവിടെ ഒരു ബാഡ് എഫക്റ്റ് കിടന്ന് കളിക്കുന്നുണ്ട്. അതാണ് ഒരു ഡാർക്ക് കാറ്റിനെ അവിടെ വെച്ചേക്കണുണ്ടോ? ഒരു ഡാർക്കായിട്ടുള്ള കാറ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളെ ക്യാമറ അത്ര ക്വാളിറ്റി ഉള്ളൂ മക്കളെ. ഇനി ഈ ഒരു ഇതിൽ നിന്നൊക്കെ കാശുണ്ടാക്കിയിട്ട് വേണം നല്ല ക്യാമറ മേടിക്കണമെങ്കിൽ. അതിനുള്ള പാകമൊന്നും ആയിട്ടില്ല. ഇപ്പം നിങ്ങൾ തരുന്ന വ്യൂ വളരെ കുറവാണ്. സോ ഇത്ര ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ, ക്ഷമിക്കുക. എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ ഫീമെയിൽ ഫിഗർ. ഒരു ഫീമെയിൽ ആയിട്ടുള്ളൊരു ഗഡിയാണ്. നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലേഡി. ഈ ഗഡി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കിടന്ന് കളിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയെല്ലാം ബ്രേക്ക് ആക്കണമെന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിലൂടെ കിടന്ന് കളിക്കുകയാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഇതാണ് എനിക്ക് കാണുന്നത്. ഒരു സൈഡിൽ ആ വ്യക്തിയുടെ നല്ല മുഖമായിരിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ലേഡിയാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന, മേ ബി നിങ്ങളെ ചിലപ്പോൾ എന്നും വിളിക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങളോട് എന്നും സംസാരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ടും നല്ലവണ്ണം അറിയുന്ന, നല്ലവണ്ണം ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. എത്ര നാളായി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എത്ര നാളായി നിങ്ങൾ തമ്മിലുള്ള ഓരോ ഇണക്കങ്ങളും ഓരോ പിണക്കങ്ങളും വരെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ കസിൻ സിസ്റ്റർ ആയിരിക്കാം, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. ഇറ്റ്സ് എ ലേഡി, അത് കൺഫേം ആണ്. ആ ലേഡിക്ക് രണ്ട് സൈഡുണ്ട്. ഒരു സൈഡ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട്
നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അതിനെല്ലാത്തിനും ഒരു ഉത്തരം നൽകി, നീ അങ്ങനെ ചെയ്താൽ മതിയിടി, ഇങ്ങനെ ചെയ്താൽ മതിയിടാ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് സെറ്റാവുക, നിങ്ങളെ വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഹാപ്പിയാക്കി നിങ്ങളുടെ മറ്റേ സൈഡ് എന്ന് പറയുന്ന അവരുടെ ബാഡ് സൈഡ്, ഇത് ഈ പൂച്ച സൈഡ് കണ്ടോ, ഒരു ബാഡ് മുഖമുണ്ട് അവർക്ക്. ആ ബാഡ് സൈഡിൽ അവർ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്ക് ക്യാറ്റ് എനിക്ക് അതിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം അതിൻ്റേതായ പല അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെ അതിൻ്റേതായ പല കാര്യങ്ങളും ഉണ്ട്, പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതിലെവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കാതിരുന്നാൽ മതി. വിശ്വസിക്കുന്നില്ലെങ്കിൽ അതൊന്നും ഏൽക്കത്തില്ല. പക്ഷെ നിങ്ങളത് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ മേ ബി നിങ്ങളിലേക്ക് അത് വരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് വളരെയധികം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. എന്നെ ഇതൊന്നും ഏൽക്കരുത്, എൻ്റെ മേലെ ആരെന്തൊക്കെ പ്രയോഗിച്ചാലും അതിൻ്റെ ഇരട്ടിയായിട്ട് അത് അവർക്ക് തിരിച്ചു പോകണേ, അതെൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണിച്ചു തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്കത് കാണാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലേഡിക്ക് വേറൊരു സൈഡ് എഫക്റ്റ് കൂടിയുണ്ട്. നിങ്ങളുടെ മുൻപിൽ നല്ല രീതിയിൽ നല്ല പിള്ളയായിട്ട് ചമഞ്ഞിട്ട് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ആസ് എ ബാഡ് സൈഡ് ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, പുഞ്ചിരിക്കുന്ന മുഖമുണ്ട്, അപ്പുറത്തിരുന്ന് പല്ലിറുമുന്നൊരു മുഖമുണ്ട്. സോ ഇറ്റ്സ് എ ലേഡി കൺഫേം കേട്ടോ. സൂക്ഷിക്കുക, ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, സൂക്ഷിക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. ആ ലേഡി അത്ര സിമ്പിളായിട്ടുള്ള ഒരാളല്ല, ആൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡിയുടെ എഫക്റ്റ് കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി, ആ ലേഡി ഇട്ടിട്ടുള്ള പല ബോംബുകളുടെ എഫക്റ്റ് കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങളിൽ നിന്നും അകന്നു തുടങ്ങിയത്, നിങ്ങളിൽ നിന്നും മാറി തുടങ്ങിയത്. നിങ്ങളോട് ഇൻഫിനിറ്റായിട്ട് അഗാധമായിട്ടുള്ള സ്നേഹമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ആ സ്നേഹത്തെ വളരെയധികം സിമ്പിളായിട്ട് കീറിപ്പറിച്ചെറിയാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ റിലേഷൻഷിപ്പ്. ഇത്രയും ഗ്യാപ്പായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ലേഡിയുടെ ഡെവിൾ എഫക്റ്റ്, ആ ലേഡിയുടെ ആ ഡെവിൾ എഫക്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ ഹാനികരമായിട്ട് ബാധിച്ചിട്ടുണ്ട്, വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഡെവിൾ എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എഫക്റ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും പോയി വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. ഈ എഫക്റ്റുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നെഗറ്റീവ് എനർജീസ് ലൈഫിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ വീടുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ, വീടിൻ്റെ എല്ലാ മൂലകളിലും, കോണുകളിൽ, വീടിൻ്റെ പുറത്ത്, അങ്ങനെ എല്ലാ മൂല, ഇപ്പോൾ ചിരാതൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു ചിരാതുകൾ, അതിൽ കുറച്ച് കല്ലുപ്പിട്ട് വയ്ക്കുക. പല സൈഡുകളിലായിട്ട്, പുറത്തുനിന്ന് കയറുന്ന സൈഡ്, അങ്ങനത്തെ സൈഡുകളിൽ, കോണുകളിലൊക്കെ കല്ലുപ്പ്. ഡെയിലി ഇത് മാറ്റണം. ഡെയിലി രാവിലെ ഇതെടുത്ത് മാറ്റണം കേട്ടോ. ഇത് അലിഞ്ഞു പോയിട്ടുണ്ടാവും, അതെടുത്ത് മാറ്റി പുതിയതിടുക. നെഗറ്റീവ് എനർജീസ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകാനും ആ ഒരു സ്ഥലം, അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആവാനും വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി മുതൽ ഈ ഒരു വ്യക്തിയുടെ സ്വാധീനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് ആ വ്യക്തി അങ്ങോട്ട് ചിന്ന ഭിന്നമാക്കാനാണ് ഈ വ്യക്തിയുടെ പ്ലാൻ. നിങ്ങൾ നല്ലോണം പോലെ ആയിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ വ്യക്തിയുടെ പേര് നിങ്ങളോട് പറയണമെന്നില്ല, കാരണം നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും. പക്ഷെ ആ വ്യക്തിയോടുള്ള അടുപ്പം കുറയ്ക്കുമെന്നൊക്കെ ചിലപ്പോൾ പറയും. അപ്പം നിങ്ങൾ അതിൽ നിന്ന് സൂചിപ്പിച്ചോളണം ഇതാണ് ആ വ്യക്തി എന്നുള്ളത്. നിങ്ങളെ ഫൂളാക്കിക്കൊണ്ട് ആ വ്യക്തി കിടന്ന് കളിക്കായിരുന്നു, ആ പേഴ്സൺ, അതായത് ആ ഒരു ലേഡി കിടന്ന് കളിക്കായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളെ ഭയങ്കരമായിട്ട് മണ്ടനും മണ്ടിയുമാക്കിക്കൊണ്ട് ആ വ്യക്തി കളിക്കായിരുന്നു. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് മുള്ളുകൾ നിങ്ങളുടെ നെഞ്ചിൽ ഏറ്റി ഇറക്കിയിട്ട് ആ വ്യക്തി സുഖിച്ചുകൊണ്ട് നടക്കുമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ആ വ്യക്തി നല്ലവളാണോ? നോക്കൂ, നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പം വളരെ സേഫായിട്ട് തിരഞ്ഞെടുക്കുക. എൻ്റെ ഒറാക്കിൾ കാർഡ്സ് നമുക്ക് നോക്കാം. എന്താണ്
അവരുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവരെടുത്തിരിക്കുന്ന മെയിൻ തീരുമാനം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ഈ ഒരു പോയ്സനെ എടുത്ത് മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനമാണ് ആ വ്യക്തി എടുത്തിരിക്കുന്നത്. എന്ത് തടസ്സങ്ങൾ വന്നാലും ഈ റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഉടനെ തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കുന്നത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അത് യൂണിവേഴ്സൽ ടൈമാണ്, യൂണിവേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അതാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അവരെടുക്കുന്ന ഒരു വലിയ ഡിസിഷനും. ആൻഡ് നിങ്ങൾ ട്രസ്റ്റ്ഫുൾ ആയിട്ടിരിക്കുക, പരസ്പരം വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കുക. ഇനിയെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ ഏതെങ്കിലും ആണുങ്ങൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാതെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. അത് ശരിയാണോ, ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടല്ലോ, ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് ചുറ്റും പല സൈൻസ് സിഗ്നൽസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ നിങ്ങളതൊന്നും നോക്കി കാണുന്നില്ല. ബട്ടർഫ്ലൈസ് ആൻഡ് ഇൻഫിനിറ്റിൻ്റെ സിമ്പല്, 1111 പോർട്ടൽ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൻ്റെ മേജറായിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ അത് ചെയ്തോളൂ, അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാനായിട്ട് പല സയൻസും നിങ്ങളുടെ ചുറ്റുമുണ്ട്. അതൊക്കെ നിങ്ങൾ വീക്ഷിച്ച് ചെയ്തിട്ടൊക്കെ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരാൾ പറയുമ്പോഴേക്കും അത് കേട്ട് വിശ്വസിച്ച് ഇതാക്കരുത്. അങ്ങനെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ചിലവർ കേട്ടിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും കാര്യം പറയും, പല്ലി ചിലക്കുക, പാടില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ പാടില്ലാത്ത സൈഡിലിരുന്ന് ചിലപ്പോൾ പല്ലി ചിലയ്ക്കും. അതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ കുറേ പേര് പറയുമെങ്കിലും ചില സമയത്ത് അതൊക്കെ ഒരു നിമിത്തമാണ്. എല്ലാ സമയത്തും അത് വിശ്വസിക്കരുത്, കാരണം അവിടെ പല്ലിയുള്ള വീടായിരിക്കും. അങ്ങനെയല്ല, എല്ലാ സമയത്തും അത് വിശ്വസിക്കരുത്. പക്ഷെ ചില സമയത്ത് അതൊരു നിമിത്തമായിട്ട് നമുക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള സയൻസിനെ നിങ്ങളൊന്ന് വീക്ഷിക്കാനായിട്ട് യൂണിവേഴ്സ് ഈ സമയം പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 3 വന്നുള്ളൂ. കണ്ടോ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരിക്കലും എൻഡ് ചെയ്യരുത്. നിങ്ങൾ എൻഡ് ചെയ്താൽ ആ വ്യക്തി, ആ ഒരു ലേഡി ഫിഗർ വളരെയധികം ആ കാര്യത്തിൽ സന്തോഷിക്കും. അവരാഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങൾ തമ്മിൽ രണ്ടാവണം എന്നുള്ളത്. അത് അന്വർത്ഥമായി പോകും. അതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ടായി പോകരുത്. ND വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടേത്. ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഒട്ടും നിങ്ങൾക്കില്ല. ലൂപ്പിൽ പെട്ടിട്ടുള്ള അവസ്ഥയാണ്. ആ ലൂപ്പിൽ പെട്ടിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ഉടനെ സംഭവിക്കും. എന്ത് കാര്യത്തിനും പ്രതികരിക്കാതെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നേരിടാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. മൂവ് ഫോർവേഡ് ആൻഡ് ടേക്ക് ആക്ഷൻ ക്ലിയർലി. അതായത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എന്ത് ആക്ഷൻ എടുക്കാനുണ്ടെങ്കിലും, എന്ത് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാനുണ്ടെങ്കിലും അതെടുത്ത് ക്ലിയർലി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഒരു കാരണവശാലും ടെൻഷൻ അടിച്ചും വിഷമിച്ചിട്ടൊന്നും നിൽക്കരുത്. പക്ഷേ നിങ്ങൾ ഓരോ ആക്ഷൻസ് എടുക്കുമ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സൈഡ് കൂടി കാണുന്നുണ്ട്. സോ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ ആ രീതിയിൽ തന്നെ കണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങുക. ചില കാര്യങ്ങൾ ചെയ്താൽ ഇന്നൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് ചിന്തിച്ച് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു അടി കിട്ടുമ്പം അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ ചില ബാഡായിട്ടുള്ള കാര്യങ്ങളും ലൈഫിലേക്ക് വരും. അപ്പോൾ അത് കോൺഷ്യസ് ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, പിന്നോക്കം ഇല്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള റീഡിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആൻഡ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാനുള്ള കുറുക്ക് വഴിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളെ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ സൺഡേസിലും പ്രയറുണ്ട്. ഓക്കെ. ആൻഡ് ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ 3 ചാനൽസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്.
ഹെഡിങ്ങിൻ്റെ താഴെ ഒരു മോറ് കൊടുക്കുന്നുണ്ട്. ആ മോറിൻ്റെ താഴെ വീണ്ടും കുറച്ച് മലയാളം ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു മോറും കൂടി ഉണ്ട്. അതും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 3 ചാനൽസിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്ന സമയം എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ചാനൽസിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ് ചെയ്യാൻ പറ്റും. സബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. കണക്റ്റീവ് ആയിട്ടുള്ള എല്ലാ റീഡിങ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് 3ലും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ.